സങ്കീർത്തനം 4-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് ധ്യാനിക്കാം. സങ്കീർത്തനം 4-ാം അധ്യായം 1-ാം വാക്യം. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. നീതിയായ ദൈവം ഉത്തരമരുമാറാകണം. ഇത് ദാവീദിൻ്റെ സങ്കീർത്തനം. ദാവീദ് ആദ്യത്തെ ലൈൻ നോക്കുമ്പോൾ ഇങ്ങനെയാണ്: എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. കഷ്ടതയും പ്രയാസങ്ങൾക്കും കടന്നു വന്നപ്പോൾ യേശു ക്രിസ്തു എന്ത് ചെയ്തു? യേശുക്രിസ്തു എന്തോ ചെയ്തു എന്ന് വെച്ചാൽ വിശാലത വരുത്തി കൃപ തോന്നി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്നൊരു ധ്യാനം. ഈ ഒരു വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം ദാവീദ് എത്രമാത്രം വിഷമത്തിൽ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ വാക്യം നമ്മൾക്ക് പറയുന്നത്. എന്നോട് കൃപ തോന്നി എനിക്ക് ഉത്തരമരുമാറാകണമേ. എനിക്ക് നീ മറുപടി നൽകി തരണമേ കർത്താവേ എന്ന് വിളിക്കുന്ന ഒരു ആഹ്വാനം. നമ്മൾക്ക് പല പ്രയാസങ്ങൾ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾക്കറിയാൻ പറ്റും നമ്മൾ പല വിധത്തിലും കഷ്ടപ്പെടുന്നു, പ്രയാസങ്ങൾ വരുന്നു. ആ സാഹചര്യത്തിൽ നമ്മൾ കർത്താവ് യേശുപ്പച്ചനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ യേശുപ്പച്ചൻ വിശാലത വരുത്തുന്നു. ഒരു ട്രാൻസ്ഫറൻസ്, ഒരു ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. ഡിസ്റ്റൻസ് ബെയർ ചെയ്യുവാൻ, ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്ത് ഡിസ്റ്റൻസിനോട് നിൽക്കുവാൻ യേശുപ്പച്ചൻ നമ്മൾക്ക് സഹായിക്കുന്നു. നമ്മുടെ ചെറിയ പ്രാർത്ഥനയായാലും വലിയ പ്രാർത്ഥനയായാലും കർത്താവ് കേൾക്കുന്നു. കർത്താവ് മറുപടി നൽകി തരുന്നു. നമ്മുടെ പ്രാർത്ഥന ഒരു യാഗമാണ്, ധൂപമാണ് കർത്താവിൻ്റെ മുൻപിൽ. ആ നമ്മുടെ യാഗമായ സ്തോത്രം എന്ന യാഗം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയാം. സ്തോത്രയാഗങ്ങളാൽ നാം മറ്റുള്ളവർക്ക് മറുപടി കൊടുക്കാം. സ്തോത്രയാഗം നമ്മൾ ഒരു നേരം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഏത് വേളയിലും നമ്മൾ കർത്താവിൻ്റെ ദൈവത്തെ നോക്കുവാൻ നമ്മൾ കടമ്പെട്ടവരാണ്. നമ്മൾ യേശുവിനെ പാട്ടുപാടി പ്രാർത്ഥിച്ച് വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വരും. തീ എന്ന പോലെ, മഞ്ഞെന്ന പോലെ ഇറങ്ങി വരും. എൻ്റെ ജീവിതത്തിലും ക്ലേശങ്ങൾ വരുമ്പോൾ ഞാൻ കർത്താവിനെ വിളിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും ചെറിയ കൂട്ടുകാരും നിങ്ങൾ ഈ വാക്യം എടുക്കണം. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഞാൻ വളരെ ദുഃഖത്തിലായിരിക്കുന്നു എന്ന് സംഗീതക്കാരൻ ദാവീദ് പറയും. ഞാൻ ദുഃഖത്തിലായിരിക്കുന്നു, ഞാൻ വളരെ വിഷമത്തിലായിരിക്കുന്നു, കർത്താവേ എനിക്ക് ഉത്തരമരുളണമേ എന്ന് യാചിക്കുന്ന ഒരു അധ്യായമാണ് സങ്കീർത്തനം 4. ഇത് എല്ലാ വാക്യം വായിച്ചാൽ അറിയാൻ പറ്റും. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയുടെ അഭ്യർത്ഥന, ഒരു യാഗം അർപ്പിക്കുകയാണ് ദാവീദ്. സ്തോത്രയാഗങ്ങളാൽ യാഗം അർപ്പിച്ചപ്പോൾ യേശുപ്പച്ചൻ മറുപടി നൽകി തന്നെന്ന് വായിക്കുന്നു. വാക്യം സങ്കീർത്തനം 4:1. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ.